ഇപ്പോഴുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊരു അന്തിമ തീരുമാനം വരണം. ആ നിലക്ക് ഇന്ന് മലപ്പുറത്തേക്ക് ബന്ധപ്പെട്ട കക്ഷികളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഒക്കഫ് അല്ല എന്ന് അവരും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഇത് ഒക്കഫ് അല്ല എന്നാരും പറഞ്ഞിട്ടില്ല. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. സമസ്തയിലെ വിഭാഗീയത പരിഹരിക്കാനുള്ള സമവായ ചർച്ചയിൽ അതൃപ്തി. ചർച്ച നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് നടക്കുമെന്നും ആരും വിട്ടുനിൽക്കില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. വഖഫ് ഭൂമി പ്രശ്നത്തിൽ ഭൂമി ആരുടേത് എന്നതല്ല വിഷയം, ജനങ്ങളെ കുടിയിറക്കേണ്ടെന്നാണ് ലീഗിന്റെ അഭിപ്രായമെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. പാണക്കാട് ചേർന്ന അടിയന്തര യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമസ്തയിലെ ചേരിതിരിവ് പരിഹരിക്കുന്നതിനായാണ് ലീഗ് അനുകൂലികളെയും ലീഗ് വിരുദ്ധരെയും ഒന്നിച്ചിരുത്തിയുള്ള സമവായ ചർച്ചയ്ക്ക് നേതൃത്വം തീരുമാനമെടുത്തത്. ഇതിന് മുന്നോടിയായാണ് പാണക്കാട് വെച്ച് ലീഗ് അനുകൂലികളുമായി അടിയന്തര യോഗം ചേർന്നത്. സമവായ ചർച്ച നേരത്തെ തീരുമാനിച്ചതിനനുസരിച്ച് നടക്കുമെന്നും നേതൃത്വം വിളിച്ച ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ധിക്കാരമാണെന്നും ആരും വിട്ടുനിൽക്കില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. പാണക്കാട് ചേർന്ന അടിയന്തര യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സമവായ ചർച്ച ഉണ്ട്. സമവായ ചർച്ച ഞാൻ മേയർ സാഹിബ്, ജിഫ്രി തങ്ങൾ, MT ഉസ്താദ് ഇവരൊക്കെ കൂടി വിളിച്ചു ചേർത്ത മീറ്റിംഗാണ്. ഇപ്പോഴുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊരു അന്തിമ തീരുമാനം വരണം. ആ നിലക്ക് ഇന്ന് മലപ്പുറത്തേക്ക് ബന്ധപ്പെട്ട കക്ഷികളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ സമയത്ത് നടക്കും, സമയമായ ചർച്ച നടക്കും. അതിലൊരു വിഭാഗം വരില്ല, പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഉള്ള വിവരം ഞങ്ങൾക്കില്ല. മീഡിയയിലൊക്കെ കണ്ടു എന്നല്ലാതെ, പക്ഷെ മീറ്റിംഗ് നടക്കും. ഇപ്പോൾ ജിഫ്രി തങ്ങളുമായിട്ടൊക്കെ ഇപ്പോൾ ബന്ധപ്പെട്ടു. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും അടിയന്തര യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി പാണക്കാടെത്തിയിരുന്നു. മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗിൽ വ്യത്യസ്ത അഭിപ്രായമില്ലെന്നും പ്രസംഗത്തിന്റെ ശൈലിക്കനുസരിച്ച് ഓരോരുത്തർ പറയുന്നതാണെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കേണ്ടത് സർക്കാരാണ്. പരിഹാരം വൈകുന്നതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. ഒക്കഫ് അല്ല എന്ന് അവരും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഇത് ഒക്കഫ് അല്ല എന്നാരും പറഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ച് സമൂഹത്തിൽ ഒരു കോൺട്രവേഴ്സി വരാതിരിക്കാൻ വേണ്ടി പരസ്യ വിവാദങ്ങൾ ഒഴിവാക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രമല്ല, ഇപ്പോൾ കമ്മീഷൻ വെച്ചിരിക്കല്ലേ, കമ്മീഷൻ വെച്ച് ഇനി കമ്മീഷൻ തീരുമാനിക്കണം, കമ്മീഷനാണ് ഇനി തീരുമാനിക്കേണ്ടത്. അതിലിപ്പോൾ പരസ്യമായ ആണ് അല്ല എന്നുള്ള ഒരു തർക്കം അത് BJPക്കും അതുപോലെ തന്നെ ഇത് തീർക്കാത്ത അടുത്ത വർഷത്തിനൊക്കെ ഗുണം ചെയ്യുന്ന ഒരു അനാവശ്യമായ കോൺട്രവേഴ്സിയാണ് എന്നുള്ളതാണ്. ലീഗ് നേതൃത്വം തീരുമാനിച്ചതിനനുസരിച്ച് സമവായ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് സമസ്ത നേതൃത്വം. ചാനൽ 10 മലപ്പുറം. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.